നമസ്കാരം. നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനെക്കുറിച്ചുള്ള മൂന്നാമത്തെ പാർട്ടാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വീടിൻ്റെയും അടിസ്ഥാനം ആണ് ബലപ്പെടുത്തേണ്ടത്. അടിസ്ഥാനം ബലപ്പെടുത്തിയാലായിരിക്കും മുകളിലോട്ട് കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ അടിസ്ഥാനം ചെയ്യുന്നത് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു നില വീട് വെക്കുന്നു, ഭൂമി നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് RR ഫൗണ്ടേഷൻ ചെയ്താൽ മതി. RR ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പില്ലർ ഫൗണ്ടേഷൻ കോളം ഫുട്ടിങ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമ്മുടെ എർത്ത് ഫില്ലിങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും എർത്ത് ഫില്ലിംഗ് എല്ലാം നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫൗണ്ടേഷൻ എപ്പോഴും നമ്മുടെ ആ ഒരു ലാൻഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കണം. സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ സോയിൽ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ നോർമലി ഉള്ള ലാറ്ററൈറ്റ് മണ്ണാണ്, നല്ല കട്ടിയുള്ള തറയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റബ്ബിൾ ഫൗണ്ടേഷൻ തന്നെ ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷനിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇവിടെ ഞങ്ങൾ വെച്ചിരുന്ന എഗ്രിമെൻറ്റിൽ റബ്ബിൾ ഫൗണ്ടേഷൻ ആയിരുന്നു, പക്ഷേ നിങ്ങളുടെ മണ്ണിന് കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്കവിടെ പില്ലർ അടിക്കേണ്ടി വരുമ്പോൾ കോസ്റ്റ് കൂടുതൽ. ചില സ്ഥലത്ത് മണലോ അല്ലെങ്കിൽ കുറച്ച് ചതുപ്പാണെങ്കിൽ അവിടെ റിങ് എടുക്കേണ്ടി വരും. റിങ് എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കോളം ഫുട്ടിങ് ചെയ്ത് കയറി വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനും നമുക്ക് കോസ്റ്റ് കൂടുതലാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ബഡ്ജറ്റിനേക്കാളും ഒരുപാട് മുകളിലേക്ക് അത് പോകും. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഭയങ്കര ഹൈക്കിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ ഇതിലൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളൊന്നാണ് അതിൻ്റെ ചുറ്റുമുള്ള ഹൈറ്റും അതിൻ്റെ റീറ്റൈനിങ് വാളോ അല്ലെങ്കിൽ കുഴിയിലാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പൊക്കിയെടുക്കാനുണ്ടാവുന്ന നമ്മുടെ അഡീഷണൽ കോസ്റ്റ് നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ കോസ്റ്റിലേക്ക് കയറി വരും. നമ്മൾ ഫൗണ്ടേഷൻ വരെ ചെയ്യാൻ വെച്ചിരുന്ന തുക എടുത്ത് നമ്മൾ പുറത്ത് ലാൻഡ് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റ് പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത വരുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അവർ തരിക ആഫ്റ്റർ ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന കാശെടുത്ത് ലാൻഡെല്ലാം ഡെവലപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഫൗണ്ടേഷൻ ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ ബാങ്കിൽ നിന്ന് അടുത്ത കെടു കിട്ടാനായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കാണിക്കേണ്ടി വരും. ആ ഒരു കോസ്റ്റ് നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഏത് കോൺട്രാക്ടറിനോ ഏത് എഞ്ചിനീയറിനോ വർക്ക് കൊടുത്തോളൂ, അവരോട് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ വർക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.